ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. എങ്ങോട്ടാ പോകണമെന്ന് ഞാൻ വീഡിയോയിൽ പറയും. അതിന് മുന്നേ ഞങ്ങൾക്കൊരു ചെരുപ്പ് വാങ്ങണമെന്നുണ്ടായിരുന്നു. എനിക്ക് വാങ്ങാനാണ് പോയത്. അപ്പോൾ ബേബിക്കും വേദുവിനും വാങ്ങി. കുറേ ആയിട്ട് ഞാനൊരു ഷൂ ടൈപ്പ് ചെരുപ്പിട്ട് നടക്കുന്നത്. അപ്പോൾ എന്തായാലും മാറ്റാമെന്ന് വിചാരിച്ചിട്ട് എനിക്കും ബേബിക്കും സെയിം ടൈം ചപ്പലാണ് കേട്ടോ എടുത്തത്. നല്ല ഭംഗിയുണ്ട്, പിന്നെ നല്ല ക്വാളിറ്റിയും തോന്നി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവൾക്കൊരു ബണ്ണ് വാങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടോ. ബണ്ണും അതുപോലെ തന്നെ ക്രാബും വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പം ഞാനവിടെ മറ്റേ ബാഗ് ഉണ്ടല്ലോ, സ്ലിംഗ് ബാഗ്, അത് കണ്ടപ്പോൾ ഒന്ന് എടുത്തു കേട്ടോ. കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ അതും ഒന്ന് എടുത്തു. അതുപോലെ തന്നെ വേദുവിന് ഇത് വേണം പറഞ്ഞു കേട്ടോ. നമ്മുടെ ഡോക്ടർ സെറ്റ് അതും ഒന്ന് വാങ്ങി. അത് തന്നെ വാങ്ങിയില്ല കേട്ടോ. പിന്നെ ബാഗും വാങ്ങിയിട്ട് വളയും വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പോണത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ ചാലശ്ശേരി മുല്ലയും പറമ്പത്ത് നമ്മുടെ സരസമേള നടക്കുന്നുണ്ടല്ലോ, അത് കാണാനാണ് ഗൈസ് ഞങ്ങൾ പോയത്. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് പോകേണ്ടതാണ് കേട്ടോ. അവിടെ അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. കുട്ടികളായിട്ട് പോകുമ്പോൾ സൂക്ഷിക്കണം, നല്ല തിരക്കായിരിക്കും. പക്ഷെ ഞങ്ങൾ രാവിലെ പോയത് കൊണ്ട് തന്നെ തിരക്ക് കുറവായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയ പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ അവിടെയൊക്കെ പാർക്ക് ചെയ്ത് വന്നു. അമ്പലത്തിൻ്റെ അവിടുന്ന് എങ്ങോട്ടൊക്കെയോ പോയി പാർക്ക് ചെയ്യാൻ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഉള്ളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. സരസമേളയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 13ാമത് കുടുംബശ്രീ ദേശീയ സരസമേളയാണിത്. തൃത്താല ചാലശ്ശേരിയിലാണ്. ജനുവരി 2 മുതൽ 11 വരെയാണ് കേട്ടോ അത് നടക്കുന്നത്. ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു കേട്ടോ. അതുപോലെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോ പരിപാടികളായിരുന്നേ. കേരളം ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള 250 ഉൽപ്പന്ന പ്രദർശന വിപണന സ്റ്റാളുകളാണ് കേട്ടോ ഈ മേളയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെയും വിവിധ സംസ്ഥാനങ്ങളിലെയും ഗ്രാമീണ വനിതാ സംരംഭകരെ തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നതും അതുപോലെ വിപണനത്തിനായും എത്തിയിട്ടുള്ളത്. അതിൽ ഉള്ളതെന്താ വെച്ചാൽ വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, കരകൗശല വസ്തുക്കൾ, ആഭരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങി എല്ലാതര ഉൽപ്പന്നങ്ങളും അവിടെ വാങ്ങാനുള്ള അവസരം നമുക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ പോയി കാണേണ്ടതാണേ. ഓരോ സെക്ഷനും ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ, അത്രയും ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ പോകുമ്പോൾ അത്ര തിരക്കില്ല കേട്ടോ. ഈ ഓരോ കുടുംബശ്രീത്തെ ആൾക്കാരും ഉണ്ടാക്കുന്ന ഐറ്റങ്ങളാണല്ലോ. അമ്മ സാമ്പാർ പൊടി അങ്ങനത്തെ എന്തോ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചുക്ക് കാപ്പിയുടെ പൊടി, അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. എന്തല്ലാത്ത ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഓരോ സെക്ഷനിലും അങ്ങനെ അലുവകൾ, പിന്നെ പട്ട, ഗ്രാമ്പു അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് എന്താ വെച്ചാൽ പണ്ടത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അല്ലേ, മരത്തടി കൊണ്ട്, അതൊക്കെയാണ് കേട്ടോ. പണ്ട് കഞ്ഞിയൊക്കെ കുറപ്പോൾ അമ്മൂമ്മ പറയായിരുന്നു ഇതൊക്കെ എന്താണെന്ന് ഞങ്ങൾ ചോദിക്കായിരുന്നു, ബേബി ചോദിക്കായിരുന്നു കേട്ടോ. അപ്പോൾ പണ്ട് കഞ്ഞിയൊക്കെ നമ്മൾ കുടിക്കണമെങ്കിൽ വാരണമെങ്കിലൊക്കെ ഉള്ള സാധനങ്ങൾ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ വാങ്ങാനായിട്ട് പോകണം എന്നൊന്നും നമ്മൾ പറയില്ല, കണ്ടിരിക്കണം, അത് മസ്റ്റാണ്. നല്ല രസമാണ്. കാണാൻ പോവാൻ നമുക്ക് പൈസയൊന്നും വേണ്ട, കാരണം അവിടുത്തെ പ്രവേശനം തികച്ചും ഫ്രീ ആണ്. ഉള്ളിൽ കയറുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ പൈസ വേണം കേട്ടോ. കുട്ടികളായിട്ട് പോകുന്നവർ ശ്രദ്ധിക്കുക, അവരേനെ കണ്ണ് മഞ്ഞളിപ്പിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ കേട്ടോ. ഈ വേദുട്ടൻ്റെ ഒരു സംഭവത്തിൽ കാണിക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഇത് അച്ചാറുകൾ ഞാൻ എന്തെങ്കിലും വാങ്ങണം വിചാരിച്ചിട്ടോ. പക്ഷേ എന്താ സംഭവിച്ചാൽ നല്ല റേറ്റാണ് കേട്ടോ എല്ലാറ്റിനും. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കണതാണ് നമുക്കറിയാം, പക്ഷെ നമുക്ക് വാങ്ങാനുള്ള പൈസ നമ്മുടെ കയ്യിൽ വേണ്ടേ. എല്ലാറ്റിനും നല്ല റേറ്റാണ്. പിന്നെ ഈ അപ്പം ഞാൻ വാങ്ങി കേട്ടോ, പക്ഷേ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ അപ്പം നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയത്. അങ്ങനെ അവർ പറഞ്ഞു അവൻ വേണം പറഞ്ഞിട്ട് വാങ്ങി, വെറുതെ വാങ്ങി. പിന്നെ വെളിച്ചെണ്ണയ്ക്ക് 1 കിലോന് 400 രൂപയാണ് അവിടെ. അതെല്ലാവിടെയും അങ്ങനെ തോന്നുന്നു കേട്ടോ. ചില സ്ഥലത്ത് കുറവുണ്ട്. പിന്നെ സാരി, ഈ സാരി നല്ല ഭംഗി തോന്നിയിട്ട്, ഈ ഓറഞ്ചും പിങ്കും കളർ സാരി നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ സാരി ഒന്നും വാങ്ങില്ല കേട്ടോ, കാരണം അതിനൊക്കെ റേറ്റ് ഉണ്ട്. നമ്മൾ ഓൺലൈനിൽ വാങ്ങണേക്കാട്ടിലും റേറ്റ്. പിന്നെ ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ വയ്യാത്ത കുട്ടികൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആണ് ഇത്ര. ഇതൊക്കെ എന്ന് വെച്ചാൽ ബൊമ്മകൾ കേട്ടോ. ഈ ബൊമ്മ ഇവിടെ എത്തിയപ്പോൾ ഞാൻ വേദിനോട് പറഞ്ഞു ഇത് വിൽക്കാനല്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ താത്ത പറഞ്ഞു വിൽക്കാനല്ലാതെ പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കണമെന്ന്. ആ മുകളിൽ തൂക്കിയിട്ട് ഒരു ബൊമ്മയെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചു. അത് വേണമെന്ന് പറഞ്ഞിട്ട് വേദു കരച്ചിലായിരുന്നു കേട്ടോ. അത് വാങ്ങി കൊടുക്കേണ്ടി വന്നു. 350 രൂപയാണ് അതിൻ്റെ വില ഉണ്ടായിരുന്നത്. 300 രൂപയ്ക്ക് തന്നു. ചിലപ്പോൾ ഒന്നും കൂടിയും താഴ്ത്താണ്. പിന്നെ സാരില്ല, വയ്യാത്ത കുട്ടികൾ ഉണ്ടാക്കുന്നതല്ലേ പറഞ്ഞപ്പോൾ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ചവിട്ടി, പുതപ്പുകൾ, അതുപോലെ തന്നെ ഒരുപാട് ഇതുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഇത് വാങ്ങി കേട്ടോ, ബെഡ്ഷീറ്റ് എന്തൊക്കെയോ വാങ്ങി. പിന്നെ ഇവിടെ അത് എൻ്റെ കൂടെ എനിക്കറിയുന്ന കുട്ടിയാണ് കേട്ടോ, അവൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു റബ്ബറും വാങ്ങി കേട്ടോ. പിന്നെ അമ്മ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. ഇവൾക്ക് ഇങ്ങനെ ഓരോന്ന് വാങ്ങണം എന്നൊക്കെ തോന്നി കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞിട്ട് പിന്നെ നിർത്തി. പിന്നെ അധികം അങ്ങോട്ട് പോയാൽ ശരിയാവില്ല തോന്നി. പിന്നെ ഈ ബൊമ്മയാണ്, കുക്കു നാട്ടോ വേദു ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത്. ഈ ബൊമ്മ ഞങ്ങൾ വാങ്ങി കൊടുത്തു അവന്.
സത്യം പറഞ്ഞാൽ ആ ഒരു നിമിഷത്തെ ഒരു ഇതിനെയാണ് അവൻ ആ ബൊമ്മ, ഇപ്പോഴൊന്നും അവൻ ആ ബൊമ്മ വേണ്ട, ആ ബൊമ്മ ദപ്പം ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇത് കാണുമ്പോഴുള്ള സന്തോഷം കാണണം. അപ്പം അങ്ങനെ ഓരോരുത്തർ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങുക കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ കമ്മലിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയില്ല, കാരണം ഞാൻ നോക്കിയില്ല, വാങ്ങണില്ല, കാരണം ഒരുപാട് കമ്മൽ എൻ്റെ കയ്യിലുണ്ട്. ഇനി അതിനായിട്ട് പോകണ്ടല്ലോ. പിന്നെ അവിടെയൊക്കെ എല്ലാറ്റിനും റേറ്റാണ്. പിന്നെ ഇതാ കുറേ ജാറുകൾ, അതുപോലെ തന്നെ കുപ്പി എന്തൊക്കെ മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് മരുന്നുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓരോരുത്തർ ഇതാ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതലും ഇങ്ങനെ ഈ പൊടികളൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ, തേന്, നാടൻ തേനുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അതാ പിന്നെ ഇതൊക്കെ മുഖത്ത് തേക്കുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് കേട്ടോ. ഇത് അലോവേറയുടെ ഫേസ് പാക്ക്, അതാ നാച്ചുറൽ പ്രൊഡക്റ്റ്, ബ്രാഹ്മിൻ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പേപ്പർ ബാഗുകൾ, അങ്ങനത്തെ കുറേ ബാഗ് ഉണ്ട് കേട്ടോ. ഇത് കാണാനൊക്കെ രസമുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ബാഗൊക്കെ വാങ്ങിയത് കാരണം വാങ്ങിയില്ല. പിന്നെ അമ്മയ്ക്ക് ഇതാ ഈ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഈ സെക്ഷനിൽ നിന്ന് വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ. ആ കായം വാങ്ങാൻ നിൽക്കുന്ന ടൈമിൽ അവനെന്തോ താഴ്ത്തിട്ട്, അപ്പോൾ ഞാൻ പിന്നെ അവനെ കൊണ്ട് അങ്ങോട്ട് പോയി. പിന്നെ ദാ ഇവിടെ ഇങ്ങനെ എല്ലാവരുടെയും കാണാൻ ഒരുപാടുണ്ട്. എല്ലാ ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം അത്രയും തിരക്കാണ് ഉണ്ടാവുക എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അവിടെ ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ ആ ചേച്ചിമാർ പറഞ്ഞു, രാവിലെ വരികയാണ് ബെറ്റർ, വൈകുന്നേരം പോയാൽ സൂചി കുത്താൻ സ്ഥലമില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. തിരക്ക് കാരണം ആകെ ബുദ്ധിമുട്ടായിരിക്കുന്നു. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് രാവിലെ പോകാൻ തോന്നി കേട്ടോ. പിന്നെ അതാ ഒരുപാട് ചട്ടികൾ, പാത്രങ്ങൾ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടുന്ന് വാങ്ങാം. തേൻ മെഴുക് അതന്നെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് തേനുകൾ, കാട്ടുതേൻ, ചെറുതേൻ, സാദാ തേൻ, എല്ലാ തേനുകളും അവിടെ ലഭ്യമാണ് കേട്ടോ. തേനൊന്നും നമ്മൾ വാങ്ങിയില്ല, നമുക്കൊക്കെ നോക്കി നടക്കാമല്ലോ. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഈ പുതിയതായിട്ട് വീട് വെക്കുന്നവർക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ നല്ല ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇങ്ങനെ ഇതൊക്കെ വെക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. വാങ്ങേണ്ടവർക്കൊക്കെ എത്ര വേണമെങ്കിലും വാങ്ങാം കേട്ടോ. പിന്നെ ഇതാ ഈ അണ്ടിപ്പരിപ്പിന് എത്രയോ 50 രൂപ ആ ചെറിയ പാക്കറ്റിന് പറഞ്ഞു കേട്ടോ. ഞാൻ വാങ്ങിയില്ല, കാരണം വേദും കഴിക്കില്ല, അങ്ങനെ ബേബിയും കഴിക്കില്ല, വാങ്ങില്ല. ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ ഞാൻ വാങ്ങുന്നുണ്ട് കേട്ടോ. ഈ ലിബാമൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്, അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ഫോണ് എൻ്റെ എല്ലാം വേണ്ട, കാരണം ഞാൻ കൊടുത്തിട്ടില്ല. ഈ ബീട്രൂട്ട് ലിബാം വാങ്ങണം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് 170 രൂപ പറഞ്ഞപ്പോൾ എനിക്ക് വാങ്ങാൻ തോന്നിയില്ല. കാരണം ലാഭമാണോ നഷ്ടമാണോ എനിക്ക് അറിയില്ല, ഞാൻ വാങ്ങിയില്ല. പിന്നെ വേറെ ലിബാം വാങ്ങി 80 രൂപ തന്നെ പറഞ്ഞു കേട്ടോ. പിന്നെ ഇതാ കണ്ടോ ഓയിൽ ബ്രഷ്, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഈ മുള കൊണ്ട് ഉണ്ടാക്കിയത്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഡ്രസ്സിൻ്റെ സെക്ഷൻ വേറെ ഒരുപാട് ഇനി ഇതാ വരും കേട്ടോ, അത് ഞാൻ വഴിയേ പറഞ്ഞതരേ. പിന്നെ അവർ തന്നെ കുടുംബശ്രീത്തെ ആൾക്കാർ തന്നെ പൊടിച്ച പൊടികൾ, എണ്ണകൾ, പിന്നെ ഉണ്ടാക്കിയ എണ്ണകൾ, പിന്നെന്താ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, നിങ്ങൾ പോയി നോക്കൂ. കുറേ സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് അപ്പോൾ അതിൽ കാണുക, എന്തൊക്കെയാണ് പറയാമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇത് മുരിങ്ങയിലയുടെ ഉൽപ്പന്നങ്ങളാണ് കേട്ടോ എല്ലാം ഇരിക്കുന്നത്. ചെടികൾ, പലതരം ചെടികൾ, അതൊന്നും ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഉപ്പിലിട്ട സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതാ മാങ്ങ, പിന്നെ പൈനാപ്പിൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ കേട്ടോ. പിന്നെ ഇതങ്ങനെ ഈ അച്ചാറുകൾ തന്നെ മെയിൻ, എല്ലാ സാധനങ്ങളും എല്ലാ സെക്ഷനിലും ഓരോന്നുണ്ട്. നന്നാരി സർവത്ത്, പിന്നെ സ്ക്വാഷുകൾ, ജാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മിക്സ്ഡ് ജാം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതങ്ങനത്തെ ചട്ടികൾ, കലങ്ങൾ, അങ്ങനത്തെ ഒക്കെ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ. വേദു ഇങ്ങനെ തൊടാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു തൊടണ്ട കേട്ടോ. വേദു പറഞ്ഞു ഇതാ കണ്ട മുളയുടെ സാധനങ്ങൾ, ഇങ്ങനെ നല്ല ഭംഗിയില്ല ഇത് മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ. ഇതാ ഈ സ്ക്വാഷ് വാങ്ങണം എന്നല്ല 100 രൂപയായിരുന്നു കേട്ടോ. അത് വാങ്ങിയില്ല. നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ്. പിന്നെ ചട്ടി, കലം, മീൻ ചട്ടി, അങ്ങനെ എന്ത് ചട്ടികൾ വേണമെങ്കിലും അവിടെ ലഭ്യമാണ് കേട്ടോ. പക്ഷെ ഒന്നിനും വില കുറവൊന്നുമില്ല കേട്ടോ. നമ്മൾ ബാർഗെയിൻ ചെയ്താൽ ചിലപ്പോൾ ഒരു 50 രൂപയൊക്കെ അവർ വിട്ടു തരും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ബാർഗെയിൻ ചെയ്യില്ല, കാരണം നമ്മളിപ്പോൾ പുറത്ത് വാങ്ങുമ്പോഴും ഇവിടെ വാങ്ങുമ്പോഴൊക്കെ ഒരുപോലെ തന്നെയാണ്. ചിലപ്പോൾ അവർ വാങ്ങണമല്ലോ വെച്ചിട്ട് ചിലവരൊക്കെ അങ്ങനെ വേണ്ട പറഞ്ഞ് പോകുമ്പോൾ അവർ തിരിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ. എത്രയൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനത് കണ്ടു. രാവിലെ പോയോണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെ തിരക്കില്ല നിൽക്കണമെങ്കിൽ ഈ സാരി കണ്ടോ ഗൈസ്, നല്ല ഭംഗിയില്ലേ, ഇതിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. ഈ പച്ച നല്ല ഇഷ്ടപ്പെട്ടു വയ്ക്കുകയും, പക്ഷെ നമ്മളതൊന്നും വാങ്ങിയില്ല, കാരണം സാരി ഉടുക്കില്ല, അത് കാരണം ഞാൻ അതൊന്നും വാങ്ങിയില്ല കേട്ടോ. ആ പച്ച കളർ സാരി നല്ല ഭംഗിയുടെ, ജമ്മു കാശ്മീരിൻ്റെ ഉണ്ട്, ലഡാക്കിൻ്റെ ഉണ്ട്, അതുമാതിരി ഗുജറാത്തിൻ്റെ ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ സാരികളൊക്കെ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് ഗൈസ്. പിന്നെ ഇങ്ങനെ ഈ കൈ ചെയിൻ, അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെ ഓരോ സാധനങ്ങൾ, മാല, വള, ക്ലിപ്പുകൾ, അതൊക്കെ ബീഹാറിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടോ ഞങ്ങൾ. ബീഹാറിൻ്റെയും പിന്നെ വേറെ എന്തിൻ്റെയൊക്കെ സാരിക്കൊക്കെ തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് 2000. അവർക്ക് ഒരു ബാർഗെയിനില്ല, ഫിക്സഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാരണം ആരും ഒന്നും അവരോട് ചോദിക്കാനും പോവില്ല, ആരും വാങ്ങണവരുണ്ടോ ചോദിച്ചാൽ ഞങ്ങൾ ആ സൈഡിൽ പോയിക്കൊന്നും ആരും അങ്ങോട്ട് പോടില്ല. ഇതിന് 2000 രൂപ. ഈ സാരിക്ക് ഫുള്ള് സാരിക്ക്, ഇവിടെ ഇരിക്കുന്ന സാരിക്കൊക്കെ 2000 ആണ്. ചിലപ്പോൾ ഒരു 1500-നൊക്കെ തരുന്നുണ്ടാവും കേട്ടോ. പിന്നെ നല്ല സാരിയാണ് കേട്ടോ. അവർക്ക് പിന്നെ ബാർഗെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം
അവർക്കത് ഫിക്സഡ് പ്രൈസ് എന്താ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ, ഫിക്സഡ് പ്രൈസ് ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കർണാടക, ഇതിൻ്റെ സാരികൾ അടിപൊളിയാണ്. നമുക്ക് നല്ല സാരി വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് വാങ്ങാം, പൈസ മുടക്കണേനെ നഷ്ടമില്ല. പക്ഷെ നമുക്ക് അത്രയും പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ഒരു സങ്കടം. എന്നാൽ നമ്മൾ ആവശ്യമില്ലാത്തതിനൊക്കെ പൈസ ചിലവാക്കുന്നുണ്ട് കേട്ടോ. മഹാരാഷ്ട്രത്തെ സാധനങ്ങളാണ് ഉണ്ട് കേട്ടോ. മഹാരാഷ്ട്രത്തെ ചപ്പൽസൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഏതോ ഒരു രാജ്യത്തുണ്ട് കേട്ടോ, അതും ഗുജറാത്തിലെ എവിടുത്തെ ചപ്പൽ, ബീഹാറോ എവിടത്തേക്കോ ചപ്പലുകൾ കാണാൻ എന്ത് ഭംഗിയാട്ടോ അറിയോ. കർണാടകത്തെ പ്രൊഡക്ട്സാണ് ഈ ഇരിക്കുന്നതൊക്കെ കേട്ടോ. വാങ്ങാം, ഷോക്കേസിലൊക്കെ വെക്കാൻ വാങ്ങാം. ഇതാ ഹരിയാനത്തെ സാരികൾ, അടുത്തത് ഷോളുകൾ, അതുമാതിരി ചുരിദാർ വിറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ചുരിദാർ വിറ്റുകളാണ്. അതിനൊക്കെ സ്റ്റാർട്ടിങ് അതാ 1000 ഹരിയാനത്തെ ചപ്പൽസാണ് കേട്ടോ. അത് ഫംഗ്ഷന് റിസപ്ഷനൊക്കെ പോണവർക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. അങ്ങനത്തെ വേണമെങ്കിൽ വാങ്ങാം. അതിനൊക്കെ ഇവർക്കൊന്നും 1000 താഴെ ഇല്ല കേട്ടോ. ഈ സെക്ഷനൊന്നും 1000 താഴെ ഇല്ല, ഒക്കെ 2000, 1000, 3000 അങ്ങനെയൊക്കെ. ഗുജറാത്തിൻ്റെ ഇതാട്ടോ. നമ്മളിങ്ങനെ ഓണത്തിന് അങ്ങനെയൊക്കെ വേണമെങ്കിൽ വൈറ്റ് സെക്ഷനൊക്കെ എടുക്കണം എന്നുള്ള ആഗ്രഹം, ഡ്രസ്സ് എടുക്കണവർക്ക് വേണമെങ്കിൽ അത് ഒന്ന് ട്രൈ ചെയ്യാം. ഇവിടുന്ന് ഞങ്ങളൊരു മാങ്ങ എടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മാങ്ങ, സത്യം പറയാലോ. നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല മാങ്ങയായിരുന്നു കേട്ടോ. വേദം ഒരു കഷ്ണം കഴിച്ചു, ബേബിക്കും കൊടുത്തു കേട്ടോ. അപ്പം അവൾ മുന്നിൽ പോയിണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവൾക്ക് പിന്നെ അമ്മ വാങ്ങിക്കൊടുക്കുക ചെയ്ത്. പിന്നെ ഗുജറാത്തിൻ്റെ സെക്ഷനിൽ അവിടെ ചുരിദാറുകളൊക്കെ നല്ല ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്, വില നല്ല ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ സെക്ഷനിലേക്കൊന്നും പോവില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അത്രയൊന്നും അങ്ങനെ നോക്കിയില്ല. പിന്നെ മുണ്ടുകൾ, അതുപോലെ തന്നെ ഓരോ സാധനം. ഈ ലിബാം പറ്റിയാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. അവളോട് ഞാൻ ചോദിച്ചു ഇതിന് എത്ര ചോദിച്ചപ്പോൾ 80. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ബീട്രൂട്ടിൻ്റെ ലിബാമല്ല, ബീട്രൂട്ടിൻ്റെ ആയിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ കേട്ടോ, നല്ലത് വാങ്ങണത്. പക്ഷേ അത് വാങ്ങിയില്ല. പിന്നെ അതാ ഒരുപാട് മുറങ്ങളുണ്ട് കേട്ടോ, ഉണ്ടാക്കിയത് അവർ ഓരോരോ മുറങ്ങളുണ്ട്. പിന്നെ ഇതാ ഡൈ പ്രൊഡക്ട്സ്, തലയിൽ കറുപ്പിക്കുന്നവർക്കൊക്കെ വേണ്ട ഡൈ പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ ഈ ചേച്ചിയുടെ അടുത്ത് പോയപ്പോൾ ഈ ചേച്ചി പറഞ്ഞു ഇവിടെ സാരി സ്റ്റാർട്ടിങ് പ്രൈസ് 750 മുതലാണ് പറഞ്ഞു. 750 മുതൽ 2000, 3000 വരെയാണ് സാരികൾ ഉള്ളതെന്ന് പറഞ്ഞു കേട്ടോ. അത്രയും സ്റ്റാർട്ടിങ് തന്നെ 750 അതിന് താഴെ ഇല്ല എന്ന് തുടക്കം തന്നെ പറഞ്ഞു. കാരണം വാങ്ങണം എന്നുള്ളവർ മതിയല്ലോ. പിന്നെ നമുക്ക് കാണുന്നതിന് പൈസ കൊടുക്കണ്ടല്ലോ. അപ്പോൾ നമുക്കത് നോക്കി. പിന്നെ വിവിധ തരം എല്ലാറ്റിലും എല്ലാറ്റിലും അങ്ങനെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കടയിൽ വില കൂടുതൽ, ഒരു കടയിൽ വില കുറവ്, അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് എല്ലാം ഒരേ റേറ്റൊക്കെ തന്നെയാണ് എല്ലാവരും പറയണത് കേട്ടോ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ഈ ഒരു സാധനം വാങ്ങി കേട്ടോ, ചുക്ക് കാപ്പിയുടെ ഒരു പൊടിയോ അങ്ങനത്തെ എന്തോ ഒരു സാധനം വാങ്ങി. അത് വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ആ നേരത്തെ ലിപ് ബാമും അതും വാങ്ങി. പിന്നെ ജാം അങ്ങനത്തും വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കോഴിക്കോട് സൈഡിൻ്റെ ഇതൊക്കെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഒരു ഇളനീർ കുഴമ്പ് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇളനീർ കുഴമ്പ് മാത്രം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇത് തേനെല്ലിക്കയാണ് കേട്ടോ. ഇത് വാങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷെ വാങ്ങിയില്ല. പിന്നെ അത്ര അത് തോന്നിയില്ല. പിന്നെ വേദുവിനെ എടുത്തു അപ്പുവേട്ടൻ, കാരണം പിന്നെ അവനാകെ സങ്കടം ഇതൊക്കെ ആയി. പിന്നെ തിരക്കൊക്കെ ആയപ്പോൾ ഞങ്ങൾ എടുത്തു കേട്ടോ. നടത്തേണ്ട വിചാരിച്ചു. കുട്ടികളെ നടത്തണത് അത്ര സേഫല്ല അവിടെ. കുട്ടികളായിട്ട് പോകുന്നവർ ശ്രദ്ധിക്കുക, കുട്ടിയുടെ കൈ പിടിച്ച് തന്നെ നടക്കുക. കാരണം ഞങ്ങൾ വേഗം അവനെ എടുത്തു കേട്ടോ. കൈ വിട്ട് പോയാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് അത്ര തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ തിരക്കുള്ള ടൈമിലൊക്കെ കുട്ടികളെ കൊണ്ട് പോകുന്നവർ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. പിന്നെ ഇതാ കാട്ടുതൈലം അങ്ങനത്തെ ഒരുപാടുണ്ട്. പിന്നെ വനസുന്ദരിയുടെ ഒരു കാപ്പി ഉണ്ട് കേട്ടോ, അത് ഞാനിതിൽ പറയാം, ലാസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും അതിൻ്റെ ഗുണങ്ങളൊക്കെ, അത് ഞാൻ ഇതിൽ പറയാം, ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെന്താ ഉണ്ടായെന്ന് പറയാം കേട്ടോ. പിന്നെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടല്ലോ, ഫുഡ് കോർട്ടിക്ക് നമ്മൾ പോകണം ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാ കണ്ടോ, നമ്മൾക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപാട് പോവാനുണ്ട് കേട്ടോ, അത്രയും നടക്കാനുണ്ട്. എന്നിട്ടും ഞങ്ങൾക്ക് കുറേയൊന്നും കാണാൻ പറ്റിയില്ല, കാരണം അപ്പുവേട്ടന് അന്നായിരുന്നു പോകേണ്ടത്. തിരിച്ച് ഹൈദരാബാദിലേക്ക് പോകേണ്ടത് അന്ന് വൈകുന്നേരമായിരുന്നു കേട്ടോ. 4 മണിക്ക് ഇറങ്ങണമായിരുന്നു വീട്ടിൽ നിന്ന്. ഞങ്ങളിതാ 1 മണി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ടോ. പിന്നെ തിരക്കും കാര്യങ്ങളും ആവണ്ട വെച്ചിട്ട്. പിന്നെ ഇതാ ഈ അലുവയുടെ സെക്ഷൻ അടിപൊളിയായിട്ട് എല്ലാ അലുവയായാലും ടേസ്റ്റ് ചെയ്യാൻ തന്നു. ഞാനത് മുതലാക്കി. പിന്നെ വാങ്ങാതെ പോണത് മോശമല്ല വെച്ചിട്ട് ഞാൻ നമ്മുടെ പാലിൻ്റെ അലുവ എന്തോ വാങ്ങിയിട്ടോ. ഒരുപാട് അലുവ ഉണ്ട്. തെങ്ങിൻ പൂക്കില കൊണ്ടുള്ള അലുവ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന്ന് ഞാൻ വാങ്ങിയത് പാലിൻ്റെ അലുവയാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൃത്താല വികസനം അതിൻ്റെ ഓരോ നമ്മുടെ കോളേജ്, ഞാൻ പഠിച്ച കോളേജ് തൃത്താല ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൃത്താലത്തല്ലാണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ആ സെക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഫുഡ് കോർട്ടിക്കാണ് ഗൈസ്. ഫുഡിൻ്റെ ഒരു മായാലോകം തന്നെയാണ് അവിടെ. തിരക്ക് പറഞ്ഞാൽ അത്രയും തിരക്കാട്ടോ. അവിടെ ഫുഡ് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എന്തോ എടുക്കണം കേട്ടോ, എന്നാലേ പറ്റുള്ളൂ. എന്താ വാങ്ങേണ്ടതെന്ന് അറിയില്ല, പലതരം ഫുഡുകളായിരുന്നു കേട്ടോ.
ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഒരു ഇതുണ്ടായിരുന്നില്ല. ഒക്കെ നിന്നിട്ട് കഴിക്കണം. പിന്നെ അത്രയും തിരക്കായിരുന്നു. വെറൈറ്റി ഫുഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. ജ്യൂസ് വേണം വെച്ചിട്ട് പോയി. അപ്പോൾ അവനെ കുപ്പി ജ്യൂസ് തന്നെ വേണം, ഫ്രഷ് ജ്യൂസ് മതിയടാ പറഞ്ഞപ്പോൾ അതൊന്നും പറ്റില്ല. അവനെ കുപ്പിയിലുള്ള ജ്യൂസ് തന്നെ വേണം. അവിടെ കുപ്പി ജ്യൂസൊന്നും ഇല്ല കേട്ടോ, അവരപ്പം തന്നെ അടിച്ച് തരികയാണ്. അപ്പോൾ അവനത് വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നാൽ ഞങ്ങൾ നടക്കാം, ഓരോന്നുണ്ട് കേട്ടോ. ഇതാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എറണാകുളത്തിൻ്റെ, കോഴിക്കോടിൻ്റെ, മലപ്പുറത്തിൻ്റെ, വയനാടിൻ്റെ, കൊച്ചി, അങ്ങനെ കുറേ സ്ഥലത്തിൻ്റെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോ എണ്ണക്കടികൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് കഴിക്കണം എന്നുള്ള ഇതായിരുന്നു കേട്ടോ. ഈ സ്റ്റേജിലാണ് നമ്മുടെ റിമി ടോമിയുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നത്. ഓരോരുത്തർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ദിവസം നമ്മുടെ മഞ്ജു വാര്യരാണ് തോന്നുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം അങ്ങോട്ട് കട്ടക്കാൻ പറ്റില്ല. എന്നിട്ട് ആ സ്റ്റേജ് കൂടെയാണ് നമ്മൾ പോകണ്ടായിരുന്നത്. പിന്നെ ഇതാ ഇവിടെ കൂപ്പണൊക്കെ എടുക്കണം കേട്ടോ. പിന്നെ അമ്മയ്ക്ക് അതായത് സിക്കിമിൻ്റെ ഇതാട്ടോ, സിക്കിമിൻ്റെ പിന്നെ വയനാടൻ ബിരിയാണി, അവർ പുഴുക്ക്, അട്ടപ്പാടി, ഇതാ വനസുന്ദരി ഊരുകാപ്പി, ഇത് ഭയങ്കര നല്ലതാണെന്ന് കേട്ടോ പറഞ്ഞത്. ഇത് അമ്മയ്ക്ക് കുടിക്കണം എന്നുണ്ടായിരുന്നു. അത് 20 രൂപ ടോക്കൺ എടുത്തിട്ട് അവിടെ ക്യൂ നിൽക്കുകയാണ് വേണ്ടത്. പക്ഷേ ക്യൂ നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഞങ്ങൾ അതെടുത്തില്ല. ഞങ്ങളിത് ബിരിയാണിയും കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഒരു ബീഫ് ബിരിയാണിയും ബേബിയും അമ്മയും കൂടിയിട്ട് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. കുഴപ്പമുണ്ടായിരുന്നില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് പോകേണ്ടതാണ് കേട്ടോ ഇവിടെ.